ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസിഡൻ്റ് ആവില്ല, റെസിഡൻ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. അതുപോലെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആണ്. ഓക്കെ, നമുക്കിന്ന് എടുക്കാൻ പോകുന്നത്, അതായത് നമ്മളുടെ ചാനൽ അറിയാമല്ലോ എല്ലാവർക്കും, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് അത്രയും പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഇനി അത്രയും പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കുറച്ച് ശക്തമായ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിനകത്ത്. ഏതായാലും നമുക്ക് ആ കാർഡ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ നമുക്ക് ഈ കാര്യങ്ങളിലേക്കൊന്ന് പോകാം. ഓക്കെ, ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഡബിൾ എനർജിയാണ്. ഡബിൾ എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, പാഷനാണ്. വളരെയധികം ഒരു പാഷനോട് കൂടി, അല്ലെങ്കിൽ ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഫീലാണ് വരുന്നത്. ആ നെഗറ്റീവ് ഫീലിലുള്ള ആ ഒരു എനർജി ഉള്ള ഒരു വ്യക്തി ഇയാളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളതാണ്. അതൊരു പക്ഷേ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ചിലപ്പോൾ അത് നിങ്ങളുടെ ചിലപ്പോൾ സിംഗിളാകാം, മാരീഡാകാം, ഫാമിലി ആകാം, അങ്ങനെ ആരും ആകാം. ഇതിനകത്ത് ഫാമിലിയിലുള്ള ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ ഇനിയിപ്പം ഒന്നുമല്ലെങ്കിൽ പാർട്ട്ണറാകാം, ആരും ആകാം. ഓക്കെ, അപ്പോൾ ആരാന്ന് നിങ്ങൾക്ക് റെസിഡൻ്റ് ആവുന്ന പോലെ എടുക്കുക. ഓക്കെ, അപ്പോൾ ആ തേർഡ് പാർട്ടി എന്തായാലും ഒരു നല്ല രീതിയിലുള്ള ആളല്ല. എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. ഒരു കാര്യവും നിങ്ങളോട് പറയാൻ പറ്റാതെ മറച്ചു വയ്ക്കുക, ഒളിച്ചു വയ്ക്കുക. നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഒരു കാര്യവും നിങ്ങളോട് പറയില്ല. കാരണം ഇവിടെ ഇതാണ്, ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ വലിയ സംഭവമായിട്ട് നടക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഭയങ്കര നിരാശയും വേദനയും സങ്കടങ്ങളും ഒക്കെയുണ്ട്. അത് പുറമേ പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. കപ്സിൻ്റെ എനർജി ഉണ്ട്, അതായത് 5 ഓഫ് കപ്സ് ആണ്. വളരെ നിരാശയാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നൊരു ഫീലിംഗ് ഉണ്ട്. അതിൽ തന്നെ വളരെ നിരാശനായിട്ട് നിൽക്കുന്നു എന്നാണ്. അതായത് എന്താ പറയുക, സംസാരിക്കുവാനുള്ള കമ്മ്യൂണിക്കേഷന് ദാരിദ്ര്യമാണ്. എല്ലാ കാര്യത്തിലും ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമൊക്കെ എല്ലാം ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ സാമ്പത്തികത്തിലൊക്കെ കുറച്ചൊരു ഡള്ളായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് സ്റ്റണ്ടും ഉണ്ട്. സ്റ്റണ്ടെന്ന് പറഞ്ഞാൽ അടി, വഴക്ക്, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. സോറി, ഇവിടെ ഒരുപാട് ഭാരം വഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാര്യങ്ങൾ വളരെ വിഷമത്തിൽ ഒക്കെയാണ് ഉള്ള ഒരുപാട് ജോലികളുണ്ട്. അത്രയും എന്താ പറയുക, ജോലി ഭാരം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരു വ്യക്തി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. എന്നാൽ നിങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ നല്ല ചിന്തിക്കേണ്ട പല ബന്ധങ്ങളും അല്ലെങ്കിൽ പല ആളുകളും ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അവരെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ മറക്കാനായിരിക്കാം, നിങ്ങളെ മറക്കാൻ വേണ്ടിയും ശ്രമിക്കുന്നുണ്ട്. അതിനിട്ട് ഓവർ കാര്യങ്ങൾ, വിഷമങ്ങൾ ഒക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അതായത് ഒരുപാട് കരിയറിലേക്കൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിന് മറ്റാരെങ്കിലുമൊക്കെ ബദൽ സംവിധാനത്തിനും കണ്ടുവച്ചിരിക്കാം. ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് അത്ര നല്ല ഒരു സിറ്റുവേഷൻ അല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും ശരി, നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ മറക്കാൻ അയാൾക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കഴിയുന്നില്ല, ഹി ഓർ ഷി ആരായാലും. അപ്പോൾ അത് ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറുമെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ഒരു ജസ്റ്റിസ്, നീതി നിങ്ങൾക്ക് ലഭിക്കും എന്നാണ്. ഓക്കെ, ഇവിടെ കപ്പ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് കപ്സ്. എന്താണ് ഇവിടെ, ഇതൊരു സോൾമേറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. നമ്മൾ സോൾമേറ്റ് കാർഡെന്ന് പറയുമ്പോൾ
ഇവിടെ മിസ്സിങ് എനർജി വളരെ കൂടുതലാണ്. അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു ചിന്ത ഈ വ്യക്തിയെ വളരെയധികം ഒരു വേദനയിലേക്ക് തള്ളി വിട്ടിരിക്കുന്നു. എങ്കിൽ പോലും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നാണ്. എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. കാരണം നിവൃത്തിയില്ല, സഹിക്കാതെ നിവർത്തിയില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. നിങ്ങളുടെ മെമ്മറീസ് എല്ലാം തന്നെ ഓർത്തെടുക്കുന്നു. നിങ്ങളുടെ മെമ്മറീസ് ഇത് സോൾമേറ്റിൻ്റെ കാർഡും കൂടിയാണ്. 2 കാർഡ് വന്നിട്ടുണ്ട്, സോൾമേറ്റ് കാർഡ്. അതുകൊണ്ടുകൂടി നിങ്ങളുടെ മെമ്മറീസ് ഇയാളെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നാണ്. നിങ്ങളുടെ സംസാരമായിരിക്കാം, നിങ്ങളുടെ ചിരിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ സന്ദർഭങ്ങളിലുള്ള ഓരോ സംഭവങ്ങളും ഓർത്തെടുക്കുന്നു. അത് വളരെയധികം വേദനിപ്പിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു വരാനുള്ള ഒരു ചാൻസ് കാണുന്നില്ല. എന്നാൽ പതുക്കെ നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വ്യത്യാസം വരുമെന്ന് ന്യൂ പ്രോജക്റ്റ്, ന്യൂ ബിഗിനിങ് ഒക്കെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പ്ലാനിങ് എടുക്കുന്നുണ്ട്. പ്ലാനിങ്ങിൽ സക്സസ് ആകുമെന്നാണ് കാണിക്കുന്നത്. പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് കാർഡ് വീണ്ടും വരുന്നത്. പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങളെ അത്രയും മിസ് ചെയ്തിട്ട് നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. എന്നുവെച്ചാൽ അത്രയും വിഷമമുണ്ട് എന്നർത്ഥം. എന്നാൽ ഇതിപ്പോൾ ഒരു കാർമിക് സൈക്കിളിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണിക്കുന്നത്. കാർമിക് സൈക്കിളിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനിയാണ്. ഇതൊക്കെ നിങ്ങളൊക്കെ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ നല്ല നമ്മളെല്ലാവരും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം ഈ ഒരു ഘട്ടങ്ങളെല്ലാം കടന്നു പോയിട്ട് തന്നെയാണ് എല്ലാവരും ഓരോ രീതിയിലേക്കൊക്കെ ഓരോ സ്റ്റേജിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മളെ വേദനിപ്പിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നമ്മൾക്ക് തന്നെ മനസ്സിലാവും. നമ്മളെ വേദനിപ്പിക്കാൻ കഴിയുന്നത് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ആളുകൾക്ക് മാത്രമാണ്, അല്ലേ? നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നുള്ള ചെറിയ ഒരു നോട്ടം പോലും, അല്ലെങ്കിൽ ചെറിയ വാക്ക് പോലും നമ്മൾക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മളെ വേദനിപ്പിക്കാൻ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ നമ്മളുടെ ശരീരത്തെ വേദനിപ്പിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ മനസ്സിനെ വേദനിപ്പിക്കണമെങ്കിൽ നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സ്നേഹിച്ച ആൾ തന്നെയായിരിക്കണം. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി. നിങ്ങളെയും കുറേ അധികം വേദനിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ഈ വ്യക്തിയും വളരെയധികം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കാർമിക് സൈക്കിളാണ്. ഇത് എൻ്റെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു മാറ്റം വരുമെന്ന് പറയുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരു രാജകീയ പ്രൗഢിയോടുകൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടി ഫാമിലി ആകാം. ഞാൻ പറഞ്ഞു പല രീതിയിലാകാം കേട്ടോ. നമുക്കത് ഇന്ന ആള് എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അത് പറ്റില്ല. നമുക്ക് വേറൊരു വ്യക്തി എന്നേ പറയാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു വ്യക്തിയുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാം. അത് ഡബിൾ എനർജിയാണ്. അവരത്ര നല്ല ഒരു എനർജി ആയിട്ടുള്ള ഒരു ആളല്ല. എന്നാൽ ഇതിൽ നിന്നെല്ലാം സർവൈവ് ചെയ്ത് ഈ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരും എന്നാണ്. അതിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഒരു റിസൾട്ട് നിങ്ങൾ വിചാരിക്കരുത്. വരും എന്നത് ഉറപ്പാണ്. അവസാനം നിങ്ങൾക്ക് ഈ ഒരു പ്രൗഢിയോടുകൂടി നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് നമുക്ക് കാർഡ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു കാർഡ് കൊണ്ടൊന്ന് എടുത്ത് നോക്കട്ടെ. ഏതായാലും നമുക്കൊരു ഗൈഡൻസ് മെസ്സേജ് കൂടി നോക്കട്ടെ. ഒരു ഗൈഡൻസ് മെസ്സേജ് നമുക്കൊരു കാർഡ് ഗൈഡൻസ് മെസ്സേജ്. നയൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈഡൻസ് മെസ്സേജ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ്. നിങ്ങളുടെ സാഹചര്യം എന്താണോ, നിങ്ങളുടെ സിറ്റുവേഷൻ, അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ടെടുക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. വളരെ അധ്വാനിക്കുന്നുണ്ട് ആ വ്യക്തി എന്നാണ്. അതിന് വേണ്ടിയിട്ട് ആ വ്യക്തി വളരെ അധ്വാനിക്കുന്നുണ്ട്. അത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം
എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസും 9 ഓഫ് പെൻറ്റക്കിൾസും ഒരുമിച്ചാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനിപ്പോൾ കുറച്ച് ഡിലേ വരുന്നത് ഇങ്ങനെയുള്ള അതായത് കാർമിക് സൈക്കിളിൻ്റെ ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ്. അത് എൻ്റെ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിവൈൻ ടൈം വരുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരും. നമുക്ക് 10 ഓഫ് കിങ് ഓഫ് പെൻറ്റക്കിൾസും കിട്ടിയിട്ടുണ്ട് നേരത്തെ. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത്, ലാസ്റ്റ് വന്നിരിക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. ഗോഡ് ബ്ലെസ്.